ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. മെയിനായിട്ടും 4 ബേസിലാണ് മാർക്കറ്റിന് എന്ത് ചെയ്യുന്നത്, സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ആൻഡ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അതിൽ ഫസ്റ്റ് 2 ബേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആൻഡ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. ഏതൊക്കെയായിരുന്നു ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ്റെ വേരിയബിൾസ്? ഏതൊക്കെയായിരുന്നു? ഏജ്, സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഇൻകം, ഓക്യുപ്പേഷൻ, ഫാമിലി സൈസ് ആൻഡ് എഡ്യൂക്കേഷൻ. ആ ബേസിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ ആയിരുന്നു. ജിയോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 വേരിയബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്: ഏരിയ, ക്ലൈമറ്റ് ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. Then the third base is behavioral segmentation. Behavioral segmentation. Behavioral segmentation takes into account the behavior of the customers towards goods and service. പ്രോഡക്റ്റിനോടും സർവീസിനോടും കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അത് വെച്ചുകൊണ്ട് സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, ബയേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ നോളേജ് ഓഫ് പ്രോഡക്റ്റ്, ആറ്റിറ്റ്യൂഡ്, യൂസ് ഓഫ് ദി പ്രോഡക്റ്റ്, റെസ്പോൺസ് ടു പ്രോഡക്റ്റ്, എക്സെട്ര. ഇൻ ഷോർട്ട്, മാർക്കറ്റ് ഈസ് സെഗ്മെൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമേഴ്സ്. അല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളേജ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ബേസിലൊക്കെയാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഏതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വേരിയബിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആറ്റിറ്റ്യൂഡ്. Customers can be segmented on the basis of attitude, such as enthusiastic, positive, indifferent, negative, hostile, etc. Fashionable and latest products are used by enthusiastic consumers. Liquor, cigarette, etc. are used by negative കൺസ്യൂമേഴ്സ്. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമുക്കറിയാം, ചില ആളുകൾ വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും, ചിലർ പോസിറ്റീവ് ആയിരിക്കും, ചിലർ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ട് പെരുമാറുന്നവരായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ. Under this method, the market segmentation is done on the basis of product characteristics that are capable of satisfying certain special needs of customers. അതായത് കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സിന് ചില സ്പെഷ്യൽ നീഡുകളുണ്ട്. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടർ വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ മാർക്കറ്റിന് എന്ത് ചെയ്യുന്നത്, സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് പ്രോഡക്റ്റ് ക്യാരക്ടർ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്ത് ചെയ്യാൻ സാധിക്കും, സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രസ്റ്റീജ് ഗുഡ്സ് പ്രസ്റ്റീജ് പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്ന ഒരു സെഗ്മെൻറ്റ്, ഓട്ടോമൊബൈൽ, ക്ലോത്തിങ്, അങ്ങനെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള. ദെൻ മെച്യൂരിറ്റി പ്രോഡക്ട്സ്, സിഗരറ്റ്, ബ്ലേഡ്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആവുന്നു. ദെൻ സ്റ്റാറ്റസ് പ്രോഡക്റ്റ്സ്, മോസ്റ്റ് ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. ദെൻ ആൻസൈറ്റി പ്രോഡക്ട്സ്, അല്ലേ. ദെൻ മെഡിസിൻ, സോപ്പ്. ദെൻ ഫങ്ഷണൽ പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അതാണ് പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഓരോ പ്രോഡക്റ്റുകളും ഈ പറയുന്ന ഇൻഡിവിജ്വൽ കസ്റ്റമറിൻ്റെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ. പീപ്പിൾ ബൈ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ഇൻ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ഓർ സിറ്റുവേഷൻസ്, അല്ലേ. നമ്മുടെ പല ഒക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചില സെലിബ്രേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്ത് വാങ്ങും, പ്രോഡക്റ്റുകൾ വാങ്ങും. അപ്പോൾ ആ ഒരു ഒക്കേഷൻ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ ഒക്കേഷനിലും ഈ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അക്കോർഡിംഗ് ടു ദ ഒക്കേഷൻ, ബയർ ഡെവലപ്പ് എ നീഡ്
purchase a product or use the product. There can be two types of situation, regular and special. For example, for regular use, women purchase cotton or polyester saree or churidar. For attending marriage or reception, that is a special occasion, they buy silk sarees. അല്ലേ, ഒക്കേഷൻ അനുസരിച്ചിട്ട് ആളുകളുടെ ബിഹേവിയറിൽ എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് എന്ത് നടത്താവുന്നതാണ്, സെഗ്മെൻറ്റേഷൻ നടത്താവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ. കൺസ്യൂമേഴ്സ് സീക്ക് ബെനിഫിറ്റ് ഫ്രം പ്രോഡക്ട്സ്. അല്ലേ, ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും നമ്മൾ അതിൽ നിന്നും സെർട്ടൈൻ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. So a market can be broken down on the basis of benefits sought by consumers. കൺസ്യൂമേഴ്സ് ഓരോ പ്രോഡക്റ്റിൽ നിന്നും എന്ത് ബെനിഫിറ്റാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്, ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ ഇംപ്ലൈസ് സാറ്റിസ്ഫൈയിങ് വൺ ബെനിഫിറ്റ് ഗ്രൂപ്പ്. The benefit or utilities may be classified into generic or primary and secondary or evolved. ദെൻ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൽ നിന്നും ഓരോ കസ്റ്റമറും എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു ബെനിഫിറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രൈമറി ബെനിഫിറ്റ് ആൻഡ് സെക്കൻഡറി ബെനിഫിറ്റ്. പ്രൈമറി ഓർ ജനറിക് യൂട്ടിലിറ്റി, സെക്കൻഡറി ഓർ ഇവോൾവ്ഡ് യൂട്ടിലിറ്റി. ദെൻ അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ പ്രൈമറി യൂട്ടിലിറ്റി എന്താണ്, നമ്മുടെ ടീത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവോൾവ്ഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്ത് ഫ്രഷിങ് ആക്കുക, അല്ലേ. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടുക, നമ്മുടെ ടീത്തിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഇവോൾവ്ഡ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സെക്കൻഡറി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഷാംപൂ എന്ന് പറഞ്ഞാൽ ഹെയർ ക്ലീനിങ് ആണ് ശരിക്കും അതിൻ്റെ പ്രൈമറി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ സെക്കൻഡറി ഓർ ഇവോൾവ്ഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഷൈനി ഹെയർ അല്ലെങ്കിൽ തിക്കനിങ് ഹെയർ എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഈ ഓരോ ആളുകളും അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റ് അനുസരിച്ച് നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, വോളിയം സെഗ്മെൻറ്റേഷൻ. Volume segmentation. Under this method, the market is segmented on the basis of volume or quantity of purchase. ആളുകൾ പർച്ചേസ് ചെയ്യുന്ന അവരുടെ ഒരു ബിഹേവിയർ, അവർ എത്ര വോളിയമാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റിയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, ആ ബിഹേവിയർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ വോളിയം സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. On the basis of this, the buyers are grouped into categories like bulk buyers, moderate buyers and small buyers. Then next one, loyalty segmentation. Sometimes brand loyalty is used as base for segmentation. കസ്റ്റമേഴ്സിൻ്റെ ബ്രാൻഡ് ലോയൽറ്റി അത് വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ എന്ത് ചെയ്യാവുന്നതാണ്, കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. കൺസ്യൂമേഴ്സ് ഹാവ് വാരിയിങ് ഡിഗ്രി ഓഫ് ലോയൽറ്റി ടു സ്പെസിഫിക് ബ്രാൻഡ്. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോട് പല ആളുകൾക്കും പല രീതിയിലുള്ള ലോയൽറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ. ചില ആളുകൾ ആ ഒരു ബ്രാൻഡ് കിട്ടിയില്ലെങ്കിൽ വേറെ ബ്രാൻഡ് വാങ്ങില്ല, അങ്ങനെ അത്രയ്ക്ക് ലോയലായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിവേ ഈ ലോയൽറ്റി വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്, സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺ ദ ബേസിസ് ഓഫ് ബ്രാൻഡ് ലോയൽറ്റി, ബയേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 5 ഗ്രൂപ്പ്സ്. 5 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ഹാർഡ് കോർ ലോയൽസ്. ഹാർഡ് കോർ ലോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ നിന്നും മാറി വേറൊരു ബ്രാൻഡ് എന്ത് ചെയ്യില്ല, പർച്ചേസ് ചെയ്യില്ല. ദെൻ സോഫ്റ്റ് കോർ ലോയൽസ്, സെക്കൻഡ് വൺ സോഫ്റ്റ് കോർ ലോയൽസ് ആണ്. ദെൻ അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ബ്രാൻഡ് വളരെ ലോയലാണ്, ആ ഒരു ബ്രാൻഡ് അത്രത്തോളം അവൈലബിൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അതുമായി മാച്ച് ആവുന്ന അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള ബ്രാൻഡ് മേ ബി എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യും. ദെൻ ഷിഫ്റ്റിംഗ് ലോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലോയൽറ്റി ഒരു പ്രോഡക്റ്റിന് മറ്റൊരു പ്രോഡക്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ദെൻ സ്വിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അവർ ഒരു ബ്രാൻഡിൽ നിന്നും മറ്റൊരു ബ്രാൻഡിലേക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന ആളുകളാണ്. ദെൻ ഷിഫ്റ്റിംഗ് ലോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് എപ്പോഴും അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു ലോയൽറ്റി എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ്
ദെൻ കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ്, പുതിയ പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണ് കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഈ ബേസിൽ നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്, സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദീസ് ആർ ദ വേരിയബിൾസ് ഓഫ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്, പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ, ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ, benefit segmentation, volume segmentation, and finally loyalty segmentation. And the next base is psychographic segmentation. Demographic segmentation is the study of people from the outside. ഒരു ആളുകളുടെ പുറമേ ഉള്ള ബിഹേവിയർ വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതേസമയം ആ ഒരു ആളുകളുടെ ഇൻസൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ പഠനം നടത്തി അതനുസരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ബൈ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഈസ് ദി അനാലിസിസ് ഓഫ് പീപ്പിൾ ഫ്രം ദി ഇൻസൈഡ്. The term psychographic was coined by marketing researcher Emmanuel Demby. Psychographic segmentation refers to grouping of people into homogeneous segments on the basis of psychological makeup, namely personality, lifestyle, etc. ആളുകളുടെ ഈ പറയുന്ന സൈക്കോളജിക്കൽ മേക്കപ്പ് വെച്ചുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എമാനുവൽ ഡെംബി എന്നുള്ള ഒരു മാർക്കറ്റിംഗ് റിസർച്ചറാണ് ഈ പറയുന്ന ഒരു ബേസ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. ഇതിൽ പ്രധാനമായിട്ടും 3 വേരിയബിളാണുള്ളത്: ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, സോഷ്യൽ ക്ലാസ്. ദ ഫസ്റ്റ് വൺ ഈസ് ലൈഫ് സ്റ്റൈൽ. എ മാർക്കറ്റ് മേ ബി സെഗ്മെൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ലൈഫ് സ്റ്റൈൽ സിംപ്ലി റെഫേഴ്സ് ടു വേ ഓഫ് ലിവിങ്. It is the pattern in which people live and spend their time and money. People exhibit different lifestyle. അല്ലേ, ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ വേ ഓഫ് ലൈഫ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവരുടെ ടൈം ആൻഡ് മണി സ്പെൻഡ് ചെയ്യുന്നത്, അതിനൊക്കെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ദേ എക്സ്പ്രസ് ദെയർ ലൈഫ് സ്റ്റൈൽ ത്രൂ പ്രോഡക്റ്റ് ദേ യൂസ്. അല്ലേ, ഓരോ വ്യക്തിയും അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ കോളേജ് സ്റ്റുഡൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി വർക്കർ. സിമിലർലി ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ആൻ അർബനർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ വില്ലേജ്. അല്ലേ, അവർ വാങ്ങുന്ന വെഹിക്കിളായാലും ക്ലോത്ത് ആയാലും കോസ്മെറ്റിക് ആയാലും അതിലെല്ലാം അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്തിരിക്കും, റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്, സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ദ സെക്കൻഡ് വൺ, പേഴ്സണാലിറ്റി. ദ മാർക്കറ്റ് മേ ബി സെഗ്മെൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ പേഴ്സണാലിറ്റി അനുസരിച്ചുകൊണ്ട് നമുക്ക് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം, സെഗ്മെൻറ്റ് ചെയ്യാം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് എ പേഴ്സൺസ് ട്രേറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാബിറ്റ്. ഒരു വ്യക്തിയുടെ ട്രേറ്റ്സ്, ആ വ്യക്തിയിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, ആ വ്യക്തിയുടെ ഹാബിറ്റ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ടോട്ടാലിറ്റിയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. It is in this background that a person is classified as active or passive, rational or impulsive, creative or conventional, introvert or extrovert. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്ലാസിഫൈ ചെയ്യാം. വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയുണ്ട്, അതേസമയം വളരെ പാസീവായിട്ടുള്ള വ്യക്തികളുണ്ട്. ദെൻ വളരെ റേഷണൽ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെ, എല്ലാം നല്ല ആലോചിച്ച് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇമ്പൾസീവായിട്ടുള്ള വ്യക്തികളുണ്ട്, വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളുണ്ട്. ദെൻ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികളുണ്ട്, എക്സ്ട്രോവേർട്ടായ വ്യക്തികൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെയും പർച്ചേസിങ് ബിഹേവിയറിൽ എന്ത് വരുന്നു, ഡിഫറൻസ് വരുന്നു. ക്ലോത്തിങ്ങിലായാലും ഫർണിച്ചറിലായാലും ഓട്ടോമൊബൈലിലായാലും ഇതിലൊക്കെ ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ എന്ത് ചെയ്യാവുന്നതാണ്, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ ദ തേർഡ് വൺ ഈസ് സോഷ്യൽ ക്ലാസ്. On the basis of social class, customers may be grouped into lower class, middle class and upper class. അല്ലേ, നമ്മൾ തന്നെ എപ്പോഴും പറയാറുള്ളതാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അല്ലെങ്കിൽ
അപ്പർ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാർക്കറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ ക്ലാസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് മൂന്നും നോക്കിയിട്ടാണ് നമ്മൾ ഒരു സോഷ്യൽ ക്ലാസ്സിന് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് അവർ ഹൈ ഇൻകം അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആ ഒരു ചേഞ്ച് വരുന്നു. ദെൻ ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, ഇതും നമ്മുടെ സോഷ്യൽ ക്ലാസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ ഇത് മൂന്ന് വെച്ചുകൊണ്ട്, ഈ ഇൻകം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, അത് വെച്ചുകൊണ്ട് ടോട്ടൽ സൊസൈറ്റിയെ 3 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ്. ദെൻ ആ ഒരു കാറ്റഗറൈസേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെയും എന്ത് ചെയ്യാവുന്നതാണ്, ഡിവൈഡ് ചെയ്യാവുന്നതാണ്. മെനി കമ്പനീസ് ഡിസൈൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഫോർ സ്പെസിഫിക് സോഷ്യൽ ക്ലാസ്. അല്ലേ, പല സോഷ്യൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്. എനിവേ ഈ പറയുന്ന സോഷ്യൽ ക്ലാസ്സും ഒരു സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷനാണ്. സോ ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ ക്ലാസ്സസ് ആർ ദ വേരിയബിൾസ് ഓഫ് സൈക്കോഗ്രാഫിക് segmentations. These are the basis of market segmentation. Markets are mainly classified or segmented on the basis of demographic variables, psychographic variables, geographic variables and behavioral variables. Okay, thank you.